പ്രമീള ശശിധരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതെങ്കിലും പ്രശ്നമായിരിക്കും ഇങ്ങനെ ഒരു പരാജയത്തിൽ? നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കം മുതൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ പേരുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സംസ്ഥാന നേതൃത്വം വിലക്കൊണ്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ വലിയൊരു പ്രശ്നം പല പ്രാവശ്യം വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ല, കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല ഭാഗത്തുനിന്നും വന്നിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് 28 കൗൺസിലർമാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായി കൃഷ്ണകുമാറിന്റെ കൂടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ശേഷം പ്രവർത്തിച്ചിട്ടുണ്ട്. പല തരത്തിൽ നിങ്ങൾ പല പേരുകളും സജസ്റ്റ് ചെയ്തിരുന്നല്ലോ. പിന്നെയും കൃഷ്ണകുമാർ എങ്ങനെയാണ് സ്ഥാനാർത്ഥി? അതറിയില്ല, സംസ്ഥാന നേതൃത്വം അല്ലേ അത്. നമുക്കൊന്നും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കില്ലല്ലോ. നമുക്കൊരു മാറ്റം വേണമെന്നല്ലേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. അത് സംസ്ഥാന നേതൃത്വം കേന്ദ്രവും അല്ലേ അത് തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ. സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട്, അതാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ഇലക്ഷന് മത്സരിക്കുന്നതെന്നാണ്. അതെനിക്ക് അറിഞ്ഞൂടാ, അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കണമല്ലോ. അത് സംസ്ഥാനമോ കേന്ദ്രമൊക്കെ അല്ലേ പരിശോധിക്കേണ്ടത്. അതായത് ഈ ഇപ്പോൾ പറഞ്ഞ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച അങ്ങ് പറഞ്ഞല്ലോ, അത് അങ്ങയുടെ മാത്രം ഒരു പ്രതികരണമാണോ അതോ എല്ലാ കൗൺസിലർമാരും ചേർന്നെടുത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട്? എല്ലാ കൗൺസിലർമാരുടെ അഭിപ്രായം തന്നെയാണ്. കൗൺസിലർമാർക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. എല്ലാവരുടെയും അഭിപ്രായത്തോടു കൂടി തന്നെ കെ സുരേന്ദ്രൻ ഇതിന്റെ ഒരു ഉത്തരവാദിത്തമില്ലേ, ഈ ഒരു പരാജയത്തിന്? തീർച്ചയായിട്ടും ഉണ്ട്. സുരേന്ദ്രൻ അടക്കം ഉത്തരവാദിത്തമുണ്ട് ഈ പരാജയം. ഉണ്ട്.